നാളെ ശിക്ഷയിന്മേലുള്ള വാദം തുടങ്ങുന്നുണ്ട്. എന്തായാലും ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചോ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോ അഭിമാനകരമായ നേട്ടമാണ്. കാരണം ഈ 8 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വന്നതെങ്കിൽ പോലും പ്രതി കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുന്നു. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഒരു സമാനതകളില്ലാത്ത കേസായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും ബന്ധുവിനെയും അടക്കം 4 പേരെ ചുട്ടരിച്ചു കൊന്ന കേസ്, ക്രൂരമായി കൊലപ്പെടുത്തിയ കേസ്. അങ്ങനെ ഈ 8 വർഷത്തിന് ശേഷം കേസിൽ വിധി വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരമൊരു വിധി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു പ്ലാൻഡ് മർഡറാണ്. അയാള് അതിന് പല റീസണിംഗ് ഒക്കെ പറയുമെങ്കിലും ആ കേസിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാല് അതിന്റെ മോട്ടീവ് അത് വളരെ കൃത്യമാണ്. ഇയാൾക്കൊരു മാനസിക അസുഖമില്ല. ഇയാളെ അമ്മ, അതുപോലെ ഫാദർ, സഹോദരി ഇവരെ ഓസ്ട്രേലിയക്ക് പോകാൻ ഇയാളെ ഒഴിവാക്കി കൊണ്ടുപോകാൻ അതോടെയാണ് ഇയാൾക്ക് ഇവരെ കൊല്ലണമെന്നൊന്ന് തോന്നിയത്. ഇയാൾക്ക് ഈ വീടും ഇതും അതുപോലെ തന്നെ കുറച്ച് സ്ഥലവും കണ്ടുണ്ട് തമിഴ്നാട്ടില്, അത് മാത്രം കൊടുക്കും. ഇയാള് പഠിക്കാനായിട്ട് പലയിടത്തും അവർ അയച്ചിട്ടൊന്നും ഇവൻ പഠിക്കത്തില്ല, ഉഴപ്പനായി മാറി. അങ്ങനെ പിതാവ് എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. കാരണം പിതാവ് ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്, അമ്മ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഇയാളുടെ പെങ്ങള് സിസ്റ്റർ അവരും ഒരു ഡോക്ടറായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ വീട്ടില് ഇയാളോട് അവർക്ക് തൃപ്തിയില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പിതാവ് ഇവൻ എങ്ങും ചെന്ന് എത്തിയില്ലല്ലോ, അതിനുള്ള ഉഴപ്പും അതിന്റെ ഒരു വൈരാഗ്യം തീർത്തത് തന്നെ, അതിന് യാതൊരു സംശയമില്ല. കാരണം അതുകൊണ്ട് ഇയാൾ മറ്റെന്ത് ഡിഫൻസ് എടുത്താലും ശരി, ഇയാൾ ഒരു മാനസിക അസുഖമൊന്നുമില്ല. അത് തന്നെയല്ല, ഇയാൾ ഓരോരുത്തരെ വിളിച്ച് ആദ്യം അവര് അമ്മയെ കൊന്നു, 2ാം നിലയിൽ അങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനമില്ല. ആ 2ാം നിലയിൽ ഇയാൾ ഒറ്റയ്ക്കാണ്. അമ്മയെ കൊന്നു, അതിനുശേഷം പതുക്കെ പിതാവിനെ വിളിച്ച് പറയണത് ഇയാള് എപ്പോഴും 24 മണിക്കൂറും ഇയാള് ഈ സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ മീഡിയയില് ഈ മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെയാണ്. അയാളുടെ ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പുതിയ സാധനം അവയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അമ്മ ഒന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞ അമ്മ, പിന്നെ മകൻ ഇങ്ങനെ റിബിളായിട്ട് നിൽക്കില്ല, ഇവര് കൂടെ മോള് 2ാം നിലയിൽ ചെന്നു, അമ്മയെ കൊന്നിട്ട് പതുക്കെ പിതാവിനെ വിളിച്ചിട്ട് കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അന്നേരം പിതാവിനെയും കൊന്നു. പിന്നീട് സഹോദരിയെ വിളിച്ചു കൊണ്ടുവന്നു, അവരെ ഇതുപോലെ കഴുത്ത് പൊട്ടിക്കൊല്ലുക. അത് തന്നെയല്ല, ഈ കൊല്ലാനായിട്ട് ഇയാൾ വാങ്ങിച്ചത് അത് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു വളരെ ഷാർപ്പായ മരുവാണ്. അതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചെടുത്തു. പിന്നെ ഇവരെ കൊന്ന് കത്തിച്ച ശേഷം അവിടെ കഴുകാനായിട്ടുള്ള ലായനി വാങ്ങിച്ചു വെച്ചു, പെട്രോൾ വാങ്ങിച്ചു വെച്ചു. ഇതൊക്കെ പ്രീ പ്ലാൻഡ് മർഡർ അല്ലേ? ഒരു സ്വഭാവം ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? CCTV കൂടെ അല്ലെങ്കിൽ അവനെ ഡിജിറ്റൽ കൂടെ ഇതെല്ലാം ഓൺലൈനിൽ വരുത്തി വെക്കുക. സംഭവത്തിന് ശേഷം ഇവന്റെ ധാരണ ഇവരെ കത്തിച്ച് കൊന്നുകളയാം, മിച്ചമൊന്നും കാണില്ല. അങ്ങനെയാണ് ഇവൻ കത്തിച്ചത്. 5-ാം തീയതി കത്തിച്ചു, 8-ാം തീയതി 7-ാം തീയതി രാത്രി അതിനടുത്തുള്ള ഒരു പുകയെല്ലാം കണ്ടു. അവരെല്ലാം ഓടിക്കൂടി. ഇപ്പോൾ ഇവൻ അവിടെ ഇല്ല. ഇവൻ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ അവൻ അവിടെ പിന്നെ അവിടെ അവൻ മടങ്ങി വന്നു. അന്നേരം നാട്ടുകാർ പിടിച്ചു. അപ്പോ ഇത് കൃത്യമായ ഒരു മർഡറാണ്. മോട്ടീവ് ഉണ്ട്. പ്രീവിയസ് കോണ്ടാക്ട് മോശമാണ്, സബ്സിക്വന്റ് കോണ്ടാക്ട് മോശമാണ്. കോടതിക്ക് എന്ത് ചെയ്യാനൊക്കെ ഇവന് വട്ടനാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവ ഫൗണ്ട് ഗിൽറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് വന്നു കഴിഞ്ഞു. 4 മർഡറല്ലേ ചെയ്തത്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ്. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം ഇയാളെ പിടികൂടി പിന്നീട് തെളിവെടുപ്പിൽ എത്തിച്ചപ്പോഴുള്ള ഈ അന്നത്തെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം പുഞ്ചിരിച്ചുകൊണ്ട് ഇത്രയധികം, അതായത് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് യാതൊരു കുറ്റബോധവുമില്ല. ജയിലിനുള്ളിൽ പോലും സ്ഥിരം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്തായിരിക്കും ഇയാളുടെ ഒരു മാനസികാവസ്ഥ? കാരണം അത്രയ്ക്കും ഒരു നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലെങ്കിൽ എന്തോ മാനസിക പ്രശ്നമുള്ള വ്യക്തിയല്ലേ? അതൊന്നും പറയാനൊക്കത്തില്ല. കാരണം ഇയാളുടെ ഈ കൊല്ലുന്നതിന് മുമ്പുള്ള പ്ലാനിങ്, അതാണ് ഞാൻ പ്രീവിയസ് കോണ്ടാക്ട് പറഞ്ഞു, അത് വളരെ കൃത്യമാണ്. സാധാരണ സ്വബോധമുള്ള ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്നത് തന്നെയായിരുന്നു. സബ്സിക്വന്റ് ആയിട്ട് തെളിവ് നശിപ്പിക്കാനാണ് അതും ചെയ്തു.
അപ്പം പൊതുവെ ഇയാൾ നോക്കിക്കഴിഞ്ഞാൽ 4 മർഡർ ചെയ്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലാതെ കോടതി ഫൗണ്ട് ഗിൽറ്റി എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവന് മാനസികാസ്യവൊന്നും ഇല്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണെന്ന് കോടതി എത്തിക്കഴിഞ്ഞല്ലോ. ആ കൺക്ലൂഷൻ കൊണ്ടല്ലേ ഫൗണ്ട് ഗിൽറ്റി ആവുന്നത്, കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. അല്ലാതെ വട്ടുള്ളവർക്കൊന്നും കോടതിയുടെ മൈൻഡിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഇവനെ ഫൗണ്ട് ഗിൽറ്റി പറയത്തില്ല. അപ്പൊ ഇത് കൃത്യമായി 4 മർഡർ വന്നു, ഇവന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ഒരു വാർത്തകളൊക്കെ ഇവന് മാനസിക രോഗിയാണ് മറ്റൊരു വന്നെങ്കിൽ അതല്ലല്ലോ കോടതി നോക്കുന്നത്, എവിഡൻസ് അല്ലേ നോക്കി, തെളിവ് കൃത്യം നോക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല, 4 ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കണ്ടേ? അപ്പൊ ലൈഫ് ഇംപ്രിസൺമെന്റ് 4 എണ്ണം വെറുതെ വിടുന്ന പ്രശ്നങ്ങൾ ഫൗണ്ട് ഗിൽറ്റി പറഞ്ഞു തരുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ആയിരിക്കും പ്രോസിക്യൂഷൻ അത് വാദിച്ചിട്ടുണ്ട്. കാരണം ഇവന്റെ വക്കീലോ അല്ല ഇവന്റെ ആൾക്കാർക്ക് ആർക്കും ഇവനൊരു ഡിഫക്റ്റീവ് ചൈൽഡ് ആണെന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ അവൻ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, ഇതുകൊണ്ട് 8 വർഷത്തുകൊണ്ട് തമിഴ്നാട്ടിലുണ്ട്, ബാക്കി എല്ലാവരും മരിച്ചു. ശരി, വ്യക്തമാണ്. ശ്രീ ജോർജ് ജോസഫാണ് ഇപ്പോൾ സ്പോട്ട് ലൈവിൽ പ്രതികരിച്ചത്. എന്തായാലും പരമാവധി ശിക്ഷ ഈ കേസിൽ പ്രതിക്ക് നൽകണം. അത്രയും നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. ജന്മം നൽകിയ മാതാപിതാക്കളെയും സ്വന്തം സഹോദരിയും ബന്ധുവിനെയും അടക്കം 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേഡൽ ജീൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതിക്കുള്ള ശിക്ഷയിന്മേലുള്ള വാദം നാളെ ആരംഭിക്കും. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികളൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാക് യുദ്ധമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ ഗോത്ര സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർ തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. വഞ്ചൂർ കോടതിയിലേക്ക് ഇമെയിലായാണ് ഭീഷണി സന്ദേശം എത്തിയത്. 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, തുടർച്ചയായി ഇതേ രീതിയിൽ ബോംബ് ഭീഷണി, വ്യാജ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. ഇവിടെ ഇത്തരമൊരു ഭീഷണി സന്ദേശം എപ്പോഴാണ് എത്തിയത്? പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയോ? എവിടെയാണ് ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, വഞ്ചൂർ കോടതിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ഇപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നേരത്തെയൊക്കെ വന്ന ഭീഷണി പോലെ തന്നെ ഇതൊരു വ്യാജ ഭീഷണി സന്ദേശമാണെന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസിന്റെയൊക്കെ തന്നെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ ഇവിടെ എത്തി പരിശോധന നടത്തി, ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും തുടർച്ചയായി തിരുവനന്തപുരത്ത് ഇങ്ങനെ ബോംബ് ഭീഷണി ഉയർത്തുന്നു. ഇതിന് കാരണമായി പറയുന്നത് തമിഴ്നാട്ടിലെ ഈ ഒരു ലഹരി സംഘം അവരുടെ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ലഹരി വേട്ട നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ശൃംഖലയ്ക്ക് കാര്യമായ തകരാറ് സംഭവിച്ചു. ഇതിന്റെ ഒരു വൈരാഗ്യത്തിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഏതായിരുന്നാലും അതും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ഡാർക്ക് നെറ്റിലൂടെയുള്ള മെയിലുകളാണ് വരുന്നത് പലതും. അതുകൊണ്ട് തന്നെ ഇതിന്റെ IP അഡ്രസ്സോ മറ്റ് കോഡുകളോ UR കോഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതിന്റെ ഉറവിടം ഏത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നേരത്തെ ചില ഭീഷണി സന്ദേശങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ സംവിധാനങ്ങൾ വഴിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിനോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിരുന്നു. ഈ ഒരു സന്ദേശം അയച്ചതിൽ ഒരാളെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അത് ഉത്തരേന്ത്യൻ സ്വദേശിയായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായ മറ്റൊരാളുടെ മെയിൽ ID ഉപയോഗിച്ച് അതിൽ അയാൾ അറിയാതെ അതിലേക്ക് കടന്നു കയറി ആ സന്ദേശം അയക്കുകയായിരുന്നു എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. ആ തരത്തിൽ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് സന്ദേശങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ കാര്യമായ ഒരു കണ്ടെത്തലുമില്ല. മാത്രമല്ല ഇത് പലപ്പോഴും ആളുകളെ പരിഭ്രാന്തരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിൽ പരിശോധന നടത്തി. പക്ഷേ വിമാനത്താവളത്തിൽ ഏതെങ്കിലും സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ തടഞ്ഞിട്ടുകൊണ്ടോ ഉള്ള ഒരു പരിശോധനയിലേക്ക് പോയിരുന്നില്ല. മറിച്ച് സാധാരണ നിലയിൽ അവിടെ നടക്കുന്ന പരിശോധനകളുണ്ട്. ആ തരത്തിലുള്ളൊരു റുട്ടീൻ പരിശോധന എന്നതിനപ്പുറത്തേക്ക് ഈ ബോംബ് സ്ക്വാഡിന്റെയും കൂടുതൽ പോലീസിന്റെയും ഒക്കെ സാന്നിധ്യം അവിടേക്ക് വരികയും ആ തരത്തിൽ
കൃത്യമായി പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇത് സ്വാഭാവികമായും ഇങ്ങനെ ഈ ഭീഷണി സന്ദേശം ഉണ്ടായാൽ പരിശോധന നടത്തണമെന്നത് നിയമമാണ്. ആ തരത്തിലാണ് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി എന്താണ് എന്ന കാര്യത്തിൽ അവിടുത്തെ ഒരു സ്ഥിതി ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അവിടുത്തെ നില മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആ തരത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ തുടരെയായി മെസ്സേജുകൾ വരുന്നത്, സന്ദേശങ്ങൾ വരുന്നത് അവരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സെക്രട്ടേറിയറ്റിന്റെ മറ്റ് ചില ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ടെന്ന സന്ദേശം, ക്ലിഫ് ഹൗസിൽ ബോംബ് വെച്ചെന്ന സന്ദേശം, രാജ്ഭവനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന കാര്യം, ഈ തരത്തിൽ നിരവധിയായ ഭീഷണി സന്ദേശങ്ങളാണ്. ഏതാണ്ട് 3 മാസത്തിനിടെ 30-ലധികം സന്ദേശങ്ങളാണ് ഇങ്ങനെ പലയിടങ്ങളിലായി വന്നത്. അത് കൊല്ലത്ത് വന്നിരുന്നു, കൊച്ചി. അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം തുടർച്ചയായി പല കളക്ടറേറ്റുകളിലും കോടതിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണി സന്ദേശം എത്തുന്നു, പല രീതിയിൽ പരിഭ്രാന്തി പരത്തുന്നു. പക്ഷെ അത് നിലവിൽ വ്യാജ ഭീഷണി സന്ദേശമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പോലും ഇതുപോലെ പരിഭ്രാന്തി പരത്തുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്.